ഹായ് നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് കുറച്ച് പച്ച മാങ്ങ വറുത്തിട്ട് തരാമല്ലോ. അതിന് പോകുന്നതാണ് ഞാൻ. കുറച്ച് മാങ്ങയെല്ലാം പറിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇരുന്ന് മാങ്ങ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയാലോ. പച്ച മാങ്ങ വെച്ചിട്ടുള്ള കറിക്ക് ഞാനൊരു 3 പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് വരാം. മാങ്ങ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ചേർക്കാൻ വേണ്ടി കുറച്ച് കുരുമുളക് പൊടി, ഉലുവപ്പൊടി, ഒരു 4 വെളുത്തുള്ളി ചതച്ചിട്ടതാണ്, പിന്നെ മുളക് പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, കായം ചൂടുവെള്ളത്തിലിട്ട് കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം, കടുക്, പെരുംജീരകം. കറി ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് ഈ ജീരകം രണ്ടും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ പറയുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം മൂത്ത് വന്നിട്ട് നമുക്ക് മുളകും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. നമുക്കിതിൽ ഒന്ന് മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചവ മാറും വരെ നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ മാങ്ങ അതിൻ്റെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് ഈ ചേരുവകളെല്ലാം മാങ്ങയായിട്ട് യോജിക്കുന്നത് നമുക്ക് ഇറക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇറക്കി വെച്ചിരിക്കുന്ന കായം ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് മാങ്ങ വേകാൻ ആവശ്യത്തിൻ്റെ കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഇത് കുറച്ചും കായം ചൂടാക്കുമ്പോൾ ഇല്ല വെള്ളം ഇട്ടൊക്കെ ഒഴിച്ചിന് കൊണ്ടത് അതിൻ്റെ കളറ് വ്യത്യാസം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒരു 3 കഷ്ണം വെല്ലം എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് മാങ്ങ നല്ല പുളിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 3 കഷ്ണം വെല്ലം എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ഇടയ്ക്ക് നമുക്കിങ്ങനെ തുറന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി വെന്ത് വറ്റി കുറുകി വരണം. അവിടം വരെ നമുക്കിതിനെ കുറുക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാങ്ങാക്കറിയാണ്. അത് നമ്മൾ അടുപ്പത്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് നിന്നിട്ട് കുറുക്കിയെടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. കണ്ടില്ലേ, നല്ലൊരു അടിപൊളി കറി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.